വിജയേട്ടന്റെ ഔട്ട്ഫിറ്റ് അടിപൊളിയായിട്ടുണ്ട്. വിജയുടെ പടം സക്സസ് ആയപ്പോൾ ഹോളിഡേ മൂഡിലാണ്. ഫീൽ ഗുഡ് സിനിമകൾ ജിസ് ജോയ് എന്ന് പറയുന്നുണ്ടല്ലോ, റിയൽ ലൈഫിൽ എങ്ങനെയാ കാര്യങ്ങളൊക്കെ ഫീൽ ഗുഡ് ആയിട്ട് എടുക്കുന്ന ഒരു പേഴ്സൺ ആണ്? രാവിലെ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇനിയിപ്പം യൂട്യൂബില് വീഡിയോസ് ആയിട്ടും ആൾക്കാരൊക്കെ ഇട്ട് തുടങ്ങുമായിരിക്കും. ഓക്കെ, ഇപ്പം ജിസ് ജോയ് ചേട്ടൻ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന മറ്റൊരു ചോദ്യമായിരിക്കും, പുഷ്പ 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 പുഷ്പ. അല്ല, ഈ പടം തുടങ്ങുമ്പോ പലരും ഇത് തെലുങ്ക് ഡബിങ് ആണോ സെക്കൻഡ്, കാരണം ഫസ്റ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂർഡ്, അത് പറഞ്ഞു കൊടുക്കുന്നത്. എന്തായാലും പുഷ്പ 2 വരുന്നതിന് മുന്നേ അല്ലു അർജുൻ തലവൻ കാണും. എനിക്ക് ആദ്യമായിട്ട് ആസിഫൊക്കെ കരഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. കാര്യം ഞാനൊന്ന് സന്തോഷിക്കണമെന്ന് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയത്. ആ മൈക്ക് പിടിച്ച് എൻ്റെ അടുത്തേക്ക് വന്ന് എല്ലാ മീഡിയ സുഹൃത്തുക്കളും പറഞ്ഞത് ഇക്ക ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ഇക്ക ഒരു നല്ല പടം ചെയ്തതിന്റെ. അതാണ് ശരിക്കും ഞാൻ ഇമോഷണലായി പോകാനുള്ള കാരണം. ഉമ്മയും വാപ്പ ആദ്യമായിട്ട് ഫസ്റ്റ് ഷോ കാണുന്നത് ഈ ഒരു സിനിമയുടെ ആണ്. ഈ സ്കൂളിൽ പഠിച്ച് മാർക്ക് മേടിച്ചൊന്നും അവരെ സന്തോഷിപ്പിച്ചിട്ടില്ല. അപ്പൊ ഇത് നന്നായി വന്നപ്പോൾ അത് കണ്ടതിന്റെ സന്തോഷം ഉണ്ടാവും. ആസിഫിയുടെ ഫാൻസിനെ കുറിച്ച് അവരിലൊരു പ്രത്യേക ഒരു അഫെക്ഷൻ കണ്ടിട്ടുണ്ട്. കാരണം ആസിഫ് അലി പരാജയപ്പെട്ട അവരും അത് ഒരു എംപതറ്റിക് ആവും. ഭയങ്കര പേഴ്സണലാണ്. ഞാൻ അവർക്കും അവരെനിക്കും. പല സമയത്ത് മോശം സിനിമകൾ ചെയ്യുമ്പോൾ എന്നെ വിളിച്ച് അല്ലെങ്കിൽ കാണുന്ന അവസരത്തിലൊക്കെ അവരൊരു വിഷമമായിട്ടാണ് പറയാറ്, ഇക്ക ഒരു നല്ല സിനിമ ചെയ്യിക്കാന്നുള്ളത്. ഹായ്, ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഈസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്നലെ റിലീസായ തലവൻ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി സിനിമയിലെ തലവന്മാരും സിനിമയുടെ തലവന്മാരും നമ്മളോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് വെൽക്കം ചെയ്യാം. ഹലോ, നമസ്കാരം. നമസ്കാരം. എനിക്കറിയാം തിയേറ്റർ റെസ്പോൺസിൽ വിസിറ്റ് ചെയ്യുന്ന പ്രമോഷൻ ഫുൾ തിരക്കാണ്. എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു. ഞാൻ സിനിമ കണ്ടു. ആസ് യൂഷ്വൽ ഒരു ത്രില്ലറിൽ നിന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ വിചാരിക്കാത്ത പല ട്വിസ്റ്റുകളും ഉണ്ടായിരുന്നു. സോ ഞങ്ങളിങ്ങനെ സാധാരണ സിനിമ കാണുമ്പോൾ നമ്മൾ പറയും ഈ പുള്ളി ആയിരിക്കും അത്, പക്ഷെ ആ പുള്ളിയേ അല്ല. അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായിരുന്നു. അടിപൊളി സിനിമയായിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദ ഫിലിം. സിനിമയുടെ ഒരു സക്സസ് പറഞ്ഞാൽ അത് ഞാനാണെന്നുള്ളത് ഇതുവരെ ആരും ഗസ് ചെയ്തില്ല. അതിവിടെ പറയണ്ടായിരുന്നു. അയ്യോ, പ്രശ്നമാവും. നിങ്ങൾക്കൊരു എക്സ്ക്ലൂസീവ് ആണ്. അതെ, എന്തായാലും കാത്തിരുന്നതിന് ഒരു കാര്യമായല്ലോ. അപ്പം ചേട്ടനോട് ചോദിക്കുകയാണെങ്കിൽ എനിക്കറിയാം കേട്ട് മടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. ജിസ് ജോയ് ഫീൽ ഗുഡ് മൂവീസ്, അതിൽ നിന്ന് ട്രാക്ക് പക്ഷെ ഇന്നലെ വരെ ഒരു കൈൻഡ് ഓഫ് ത്രില്ലർ ആയിരുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ തലവൻ ട്രാക്ക് മാറ്റി പിടിച്ചു. അത് എന്തായിരുന്നു ട്രാക്ക് മാറ്റി പിടിക്കാനുള്ള ഒരു പ്രചോദനം? അല്ലെ, ഒരേ ട്രാക്കിൽ തന്നെ പോയിക്കൊണ്ടിരുന്ന നമുക്ക് പെട്ടെന്ന് അല്ലെ നമ്മൾ തന്നെ കുറച്ച് എക്സോസ്റ്റഡ് ആവും, ബോറടിക്കും. മാത്രമല്ല ആളുകളുടെ ആസ്വാദനം മാറി. ആ രീതിയിൽ വളരെ ആഗ്രഹിച്ച് ചെയ്താണ് നല്ലൊരു ത്രില്ലർ ചെയ്യണം എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. ഓക്കെ, പക്ഷെ അത് അതേപോലെ തന്നെ വളരെ വലിയൊരു വിജയമായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തിയേറ്റേഴ്സിൽ. വിജയേട്ടൻ ആദ്യം തന്നെ വിജയേട്ടന്റെ ഔട്ട്ഫിറ്റ് അടിപൊളിയായിട്ടുണ്ട്. ഓ, താങ്ക് യു. വിജയുടെ പടം സക്സസ് ആയപ്പോൾ ഹോളിഡേ മൂഡിലാണ്. സന്തോഷം കൊണ്ട് കയറി വന്നതാണ്. ഒരു വെറൈറ്റി എല്ലാവരിൽ നിന്നും നല്ല ഫാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടം. താങ്ക് യു. എവിടെ നിന്ന് എടുത്തെന്ന് ചോദിക്കാൻ അറിയില്ല, സംയുക്ത മേടിച്ച അടിപൊളിയായിട്ടുണ്ട്. അപ്പം ചേട്ടൻ ഇപ്പം അയ്യപ്പനും കോശാണെങ്കിലും ഗരുഡനൊക്കെ ആണെങ്കിലും ചേട്ടൻ ഒരു മൊരട് സ്വഭാവം, ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും ആ ഒരു എനർജി കിട്ടും. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു കോമൺ? എനിക്ക് തോന്നുന്നു നിങ്ങൾ കരിക്കിൻ വെള്ളത്തിൽ മകനായിട്ടും പിന്നെ ഫ്രണ്ടായിട്ടും വില്ലനായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ കൊളീഗായിട്ട് ചെയ്യുന്നു. അപ്പം നിങ്ങളുടെ ആ ഒരു കോംബോ എങ്ങനെയുണ്ട് ചോദിക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഇതിൽ അടിപൊളി കോംബോയാ. എപ്പോഴും ഒന്നിച്ചിട്ടുണ്ട് അപ്പോഴേക്കും അല്ല, നമ്മുടെ സന്തോഷമല്ലേ ഇപ്പോൾ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം ഉണ്ടാവാന്നല്ലോ, നല്ലൊരു സീൻ. ആ സീൻ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആവുക ചെയ്യാൻ, അതൊരു സ്പിരിറ്റ് ആണ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ളവരായിട്ട് ചെയ്യുമ്പോൾ അതിന് കുറച്ചുകൂടെ എനർജി ഉണ്ടാവും. അവരുടെ ഷെയർ ചെയ്ത് ആ രീതി ആ എനർജി ഈ സിനിമയിൽ ത്രൂ ഔട്ട് വർക്ക് ആയിട്ടുണ്ട് എല്ലാ രീതിയിലും. പക്ഷെ നമ്മൾ ഇതിലും ഇപ്പം കരിക്കിൻ വെള്ളത്തിൽ അടി എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, പക്ഷെ അത് ഇതിലും പ്രതീക്ഷിച്ചു അല്ലേ? ഒരടി കൊടുക്കണമെന്നല്ലേ? ഇപ്പൊ പൊട്ടിക്കും ശരിയില്ല.
പക്ഷെ എങ്ങനെയുണ്ടായിരുന്നു ഇപ്പൊ ഒരു സൈക്കിളിൽ കയറി തുടങ്ങിയ ഒരു സൗഹൃദമാണല്ലോ ബൈസൈക്കിൾ ടീവീസ് ഇപ്പം തലവനിലെത്തി നിൽക്കുന്നു. അപ്പം ജിസ് ജോയി ആസിഫ് അലി എന്ന നടനൊരു എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഒരു രക്ഷകനായിട്ട് അവതരിക്കുന്നുണ്ടോ? എല്ലാവരും എൻ്റെ രക്ഷകരാണെന്ന് ഓർത്താണ് ഞാൻ സിനിമ ചെയ്യാറുള്ളത്. പക്ഷെ ചില സമയത്ത് ചിലർ പർട്ടിക്കുലർലി വന്ന് രക്ഷിക്കുന്നു എന്ന് പറയില്ലേ, അപ്പം അങ്ങനെ സംഭവിക്കുന്നതാണ്. പിന്നെ ജിസിൻ്റെ കൂടെ ഈ ബൈസിക്കിൾ ദിവസം മുതലുള്ള സൗഹൃദമുണ്ട്. അത് കഴിഞ്ഞ് ജിസ് ഫീൽ ഗുഡ് സിനിമകൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കതൊരു പുതിയ തിരിച്ചറിവായിരുന്നു. എനിക്കതൊരു ഫീൽ ഗുഡ് സിനിമ മനസ്സിലാക്കാനുള്ള ഒരു ബോധമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ജിസിൻ്റെ കൂടെ ചെയ്തു, സൺഡേ ഹോളിഡേ ചെയ്തു, വിജയ് സൂപ്പറും ചെയ്തു. അപ്പോൾ അതിനുശേഷം ജിസ് വീണ്ടും ഒരു ഫീൽ ഗുഡ് സിനിമ പറയുമെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ഇന്നലെ വരെ പറഞ്ഞത്. അതും മനസ്സിലാക്കിയിരിക്കുമ്പോഴാണ് തലവൻ പറയുന്നത്. അപ്പോൾ ജിസിൻ്റെ ഒരു ഗ്രോത്തും ജിസിൻ്റെ എന്താ പറയുക ഒരു അടുത്തത് ട്രൈ ചെയ്യാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റും എല്ലാം ഭയങ്കരമായിട്ട് എനിക്കും കിട്ടി. അപ്പോൾ അങ്ങനെയാണ് ഈ കോമ്പിനേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അഗെയിൻ തലവനിലേക്ക് വരുമ്പോൾ ഇത് ആദ്യത്തെ ഒരു സ്റ്റേജിൽ നിന്ന് ഈ സിനിമ ത്രൂ ഔട്ട് പ്രോസസ്സിൽ വളരുന്നുണ്ടായിരുന്നു. അത് ജിസിന് ഓരോ സിനിമയോടുള്ള കമ്മിറ്റ്മെൻ്റാണ്. അപ്പോൾ അത് ഒക്കെ ഉള്ളതാണ് ജിസിനോടുള്ള വിശ്വാസം. അപ്പം അങ്ങനെ ഇപ്പോൾ പ്രൊഡ്യൂസറിലേക്ക് വരുമ്പോഴേക്കും മൂന്നാമത്തെ പ്രൊഡക്ഷൻ സിനിമ തലവൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സ്റ്റോറി വന്ന സമയത്ത് എന്തായിരുന്നു ഇപ്പം ബിജു മേനോൻ, ആസിഫ് അലി, ജിസ് ജോയി അല്ലാതെ എന്തായിരുന്നു ആകർഷിച്ച ഒരു ഫാക്ടർ? ഞാൻ പറഞ്ഞില്ലേ ഫോൺ സൈലന്റ് ഇടാൻ പറഞ്ഞില്ലേ, എല്ലാ ദിവസവും എല്ലാ തിയേറ്റേഴ്സും, അതായത് ഇപ്പൊ റിലീസ് ചെയ്ത് എനിക്ക് തോന്നുന്നു ശനിയാഴ്ച മുതലുള്ള എല്ലാ ഷോസും, ഇപ്പൊ ചെന്നൈയിലും എല്ലാ ഷോസും ഫുള്ളാണ്, ബാംഗ്ലൂർ എല്ലാ ഷോസും ഫുള്ളാണ്. അപ്പൊ ഇതിന്റെയൊക്കെ ഓരോ ഷോ കഴിയുമ്പോഴും പ്രൊഡ്യൂസർ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ കേരളത്തിൽ ശനിയാഴ്ച മുതൽ സർപ്രൈസിംഗ്ലി ഇന്ന് മൺഡേ ആണ്. നമുക്കൊരു സിനിമ റിലീസായി സാധാരണ സാറ്റർഡേ സൺഡേ കഴിഞ്ഞാൽ മൺഡേ സർവൈവ് ചെയ്യുക എന്നുള്ളതൊരു വലിയ, മൺഡേ ട്യൂസ്ഡേ അതൊരു വലിയ ചലഞ്ചാണ്. പക്ഷെ മൺഡേ വൈകുന്നേരം പ്രൊഡ്യൂസറിന്റെ മുഖത്തെ ചിരി കാണുമ്പോൾ നമുക്കറിയാം ഈ സിനിമയുടെ ഒരു പോക്ക് എങ്ങോട്ടാണ്. അതായത് ഒരു മൗത്ത് പബ്ലിസിറ്റിയാണ് സിനിമയുടെ ഏറ്റവും വലിയ റീച്ച്. നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം ആളുകൾ കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട് തലവൻ കണ്ടോ എന്നുള്ളത്. അപ്പൊ അങ്ങനെ എല്ലാവരിലേക്ക് എത്തുക, എല്ലാവർക്കും കാണണം എന്ന് തോന്നുന്ന രീതിയിലേക്ക് ഈ സിനിമ വളർന്നു. പ്രൊഡ്യൂസർ ചോദിച്ചു ഇൻട്രൊഡക്ഷൻ ഈ സിനിമയ്ക്ക് അല്ല ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ട് പേ ഓഫ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ ഇത്രയും വലിയ രീതിയിൽ അങ്ങനെ ഉണ്ടാവുന്നു. ഇപ്പം ആസി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ചെന്നൈയിലും ഈ പറഞ്ഞ ബാംഗ്ലൂരല്ലേ അതർ സ്റ്റേറ്റ്സിൽ നിന്ന് വരുന്ന റെസ്പോൺസ് ഭയങ്കര ഇതാണ്. ഇപ്പം നമുക്ക് GCC നമുക്ക് ഒരു കേരളം പോലെ തന്നെയാണ്. ദുബായിലെ GCC അത് ആദ്യം മുതലേ ഉണ്ടായിരുന്നു. അത് നമുക്ക് കേരളത്തിൽ വർക്കൗട്ട് ആയപ്പോൾ ഉറപ്പായിട്ടും മലയാളികൾ അത്രയും കൂടുതൽ സ്ഥലങ്ങളാണ്. അവിടെയും ആ റെസ്പോൺസ് വന്നപ്പോൾ സന്തോഷമുണ്ട്. പക്ഷേ ചെന്നൈയും ബാംഗ്ലൂരും ഒക്കെ ശരിക്കും ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. അത് ഭയങ്കര എന്താ പറയുക, ഓരോ ദിവസവും ഷോസ് കൂടുന്നു, ഓരോ ദിവസവും സ്ക്രീൻസ് കൂടുന്നു എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു കാര്യമായിരുന്നില്ല. അപ്പോൾ അത് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. ഞങ്ങളിപ്പോ ഈ ഇൻസ്റ്റാഗ്രാം നോക്കുന്ന പോലെയാണ് ബുക്ക് മൈ ഷോ ആപ്പ് എടുത്ത് നോക്കുന്നത്. ആദ്യം ഇങ്ങനെ എടുക്കും, കൊച്ചി നോക്കും, എല്ലാം ചുമപ്പ്, അടുത്ത ചെന്നൈ നോക്കും, എല്ലാം ചുമപ്പ്. ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ ചിലപ്പോൾ അത്ര സന്തോഷം കിട്ടിയെന്നില്ല. അതുകൊണ്ട് booking.com ബുക്ക് മൈ ഷോ എടുത്ത് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ എടുക്കും, സ്ക്രീൻഷോട്ട് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സാപ്പ് ചെയ്ത് കൊടുക്കും. ഇത് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ്, അറ്റ്ലീസ്റ്റ് എനിക്ക്. ഞാൻ ബീച്ചേട്ട് കഴിഞ്ഞ ദിവസം ബീച്ചേട്ട് ചെന്നൈയിൽ ഷൂട്ട് ചെയ്യായിരുന്നു, മുരുകദ സാറിന്റെ ശിവകാർത്തികൻ പടം ഷൂട്ട് ചെയ്തു. അപ്പൊ ബീച്ചേട്ടിന് ഞാൻ ഇതിന്റെ സ്ക്രീൻഷോട്ട് ചെന്നൈ സ്ക്രീൻഷോട്ട് അയച്ചു. അപ്പൊ ബീച്ചേട്ട് എന്നോട് വിച്ച് മൂവി അപ്പൊ ഞാൻ ആ സ്ക്രീൻഷോട്ട് തന്നെ മേലെ ഇങ്ങനെ റൗണ്ട് ചെയ്തു. തലവൻ നമുക്ക് മേലെ ഉണ്ടാവല്ലോ, അത് റൗണ്ട് ചെയ്തിട്ട് ഒന്നും വെച്ചു, ചേട്ടാ ഇതും കൂടെ ഒന്ന് നോക്കൂ. കാരണം അത് നമ്മളല്ല ആരും അത് എക്സ്പെക്ട് ചെയ്തില്ല. അപ്പൊ അതൊരു ഭയങ്കര ഓവർവെൽമിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര. പിന്നെ ചെന്നൈയിൽ നിന്ന് വരുന്ന റിവ്യൂസും അവിടെ ഈ നമുക്കുള്ള പോലെ തന്നെ റിവ്യൂസ് അവിടെയുണ്ട്. എല്ലാവരും ഈ സിനിമയെ പറ്റി പറയുന്നത് ഭയങ്കര മസ്റ്റ് വാച്ച്, അല്ലെങ്കിൽ ഈ ത്രില്ലർ സിനിമകൾ ചെയ്യാനുള്ള മലയാളിയുടെ കഴിവിനെ പറ്റിയിട്ടൊക്കെയാണ്. അപ്പൊ ആ സിനിമ അവരും അംഗീകരിച്ചു. എഗെയിൻ നമ്മൾ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ ഓടിയ പോലെ സബ്ടൈറ്റിൽ ഇല്ലാതെ, അല്ലെങ്കിൽ തമിഴിലേക്ക് ഡബ് ചെയ്യാതെ, സബ്ടൈറ്റിൽ അല്ല ഡബ് ചെയ്യാതെ മലയാള സിനിമകൾ അവിടെ കാണുന്നു. അത് ഹൗസ്ഫുൾ ഷോസ് ആവുന്നു എന്നൊക്കെ പറയുന്നു. നമ്പർ ഓഫ് ഷോസ് കൂടുന്നു. അപ്പൊ അതൊക്കെ അല്ലേ, അതൊരു ഭയങ്കര എനർജി തരുന്ന കാര്യമാണ്.
ഓക്കെ. ഇപ്പം സാധാരണ നമ്മളിപ്പം ഒരാൾ കരയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും നമുക്കൊരു വിഷമം സാധാരണ അങ്ങനെയാണ്. പക്ഷെ എനിക്ക് ആദ്യമായിട്ട് ആസിഫൊക്കെ കരഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. നമ്മള് തിയേറ്റർ റെസ്പോൺസ് കഴിഞ്ഞിട്ട് കാറിലിരുന്ന് ചോദിക്കുന്നുണ്ടോ, അപ്പൊ കരയ ഇൻ ദ സെൻസ് കണ്ണൊക്കെ നിറഞ്ഞു കണ്ടപ്പോൾ അത് ആക്ച്വലി എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പം ആ ഒരു മൊമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരുപാട് തിയേറ്റർ റെസ്പോൺസ്. മസ്താനി പറഞ്ഞ അതേ പോയിന്റ് ആണ്. കാര്യം ഞാനൊന്ന് സന്തോഷിക്കണമെന്ന് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത് കഴിഞ്ഞിറങ്ങിയപ്പോൾ അത്രയും കോൾസും അത്രയും അപ്രിസിയേഷനുമാണ് കിട്ടിയത്. ഒരു നല്ല സിനിമ ചെയ്തതിൻ്റെ കുറേ നാളായിട്ട് ആസ്വദിക്കാത്തൊരു വലിയൊരു ഭാഗ്യം ഇപ്പോൾ ആസ്വദിക്കുകയാണ്. അപ്പം ഞാൻ ആ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് തിയേറ്ററിൽ നിന്ന് ആ ക്രൗഡിൻ്റെ അത് ജെനുവിൻ ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. നമ്മുടെ കൂടെ വന്ന ആൾക്കാർ കൈയടിക്കുന്ന പോലെയല്ല. ആ ഫുൾ തിയേറ്റർ കൈയടിക്കുന്നു. ആ സിനിമ കഴിഞ്ഞ ആൾക്കാർ വന്ന് സിനിമയെ പറ്റി പറഞ്ഞുകൊണ്ട് കൈ തരുന്നു എന്നൊക്കെ പറയുന്നത് ഏതൊരു ആക്ടറിന്റെയും സ്വപ്നമാണ്. അത് ഞാനത് അന്ന് അനുഭവിച്ചു. അപ്പൊ ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ആ മൈക്ക് പിടിച്ച് എൻ്റെ അടുത്തേക്ക് വന്ന എല്ലാ മീഡിയ സുഹൃത്തുക്കളും പറഞ്ഞത് ഇക്ക ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ഇക്കൊക്കെ ഒരു നല്ല പടം ചെയ്തതിന്റെ. അതാണ് ശരിക്കും ഞാൻ ഇമോഷണലായി പോകാനുള്ള കാരണം. പക്ഷെ അത് കാണുമ്പോൾ ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ആളെന്ന നിലയിലും ഒരു ആക്ടറിന്റെ വളർച്ചയെ ഇഷ്ടപ്പെടുന്ന ആളെന്ന നിലയിൽ നമുക്കൊക്കെ അതൊരു സന്തോഷമായിരുന്നു. മനസ്സിനൊരു കുളിർമയുള്ളൊരു കരച്ചിലായിരുന്നു. ഇപ്പൊ ചേട്ടനിലേക്ക് വരുമ്പോഴേക്കും ചേട്ടൻ എല്ലാ കണ്ണട വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ചേട്ടൻ ചെയ്യുന്ന ഒരുപാട് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും കുറച്ചൊരു പിടുത്തമുള്ള ക്യാരക്ടേഴ്സ് ഇപ്പം ഇതിലാണെങ്കിലും നേരത്തെ നമ്മൾ മെൻഷൻ ചെയ്ത സിനിമകളിലൊക്കെ ആണെങ്കിലും ആ ഒരു മീറ്റർ എങ്ങനെയാ പിടിക്കുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ, റിലീസിന് കുറെ ഇതിനെ പറ്റി സംസാരിച്ചു. ഇപ്പൊ സന്തോഷത്തിലിരിക്കും. ഒരു പടം ഇറങ്ങിയിട്ടില്ല, ആ ടെൻഷൻ റിലീസ് ആയിട്ടില്ല. മറ്റേ നമ്മളൊരു ഇന്റർവ്യൂ കൊടുക്കുമ്പോഴും സംസാരിക്കുമ്പോഴും നമുക്ക് എന്താവുന്നുള്ളൊരു നമ്മളെന്ന് പറയും 24-ാം തീയതി കഴിയട്ടെ എന്ന് പറയും. അപ്പൊ അത് കഴിഞ്ഞിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇത്രയും കുഴപ്പം പിടിച്ച് ഒരു ചോദ്യം ചോദിക്കരുത്. എന്തായാലും വളരെ സന്തോഷം, വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇപ്പൊ ആസിഫ്ക്ക് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സൗഹൃദം ഉണ്ട്. ഇപ്പോൾ ഫീൽ ഗുഡ് സിനിമകളിലാണെങ്കിലും ആസിഫിക്കാണ് കാസ്റ്റ് ചെയ്തത്. ഇപ്പം ഇന്നലെ വരെ, ഇപ്പം തലവൻ. അപ്പോൾ ആ ഒരു എന്താണ് ആസ് എൻ ആക്ടർ ആസിഫ് അലി എന്ന് പറയുന്ന ആൾക്ക് ജിസ് ജോയ് എന്ന ഡയറക്ടർ കാണുന്ന ആ ഒരു കാലിബർ? അല്ല, ആസിഫിനെ കുറിച്ച് പെർട്ടിക്കുലർലി ചോദിച്ചാൽ ഈ പറഞ്ഞ പോലെ ബൈസിക്കിൾ തീവ്സിൽ ഞങ്ങൾ 11 വർഷം മുമ്പ് ചെയ്ത സിനിമയാണ്. അന്ന് മുതൽ ഞാൻ ആസിഫിനെ എന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുമിച്ച് യാത്ര ചെയ്യുന്നു, കാണുന്നു, കൊച്ചിയിലുള്ളപ്പോഴൊക്കെ ഒരുമിച്ച് കൂടുന്നു ഒക്കെയാണ്. പക്ഷേ അപ്പോൾ നമ്മൾ ശരിക്കും ഓരോ സിനിമ കഴിയുമ്പോഴും ആസിഫിലുള്ള വളർച്ച കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ തലവനിൽ എനിക്കുള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഒരു പോലീസ് ഓഫീസർ, ഒരു വളരെ പരുക്കനായിട്ടുള്ള കൃത്യമായ നിലപാടുകളുള്ള 1.5 വർഷം കൊണ്ട് 5 ട്രാൻസ്ഫർ വാങ്ങിക്കാൻ മാത്രം കയ്യിലിരിപ്പുള്ള ആ ഒരു പോലീസ് ഓഫീസർ നമ്മൾ കാർത്തിക് വാസുദേവൻ എന്ന ക്യാരക്ടറിനെ എഴുതുമ്പോൾ എന്താണ് ഉദ്ദേശിച്ചത് അത് ആസിഫ് വളരെ മനോഹരമായിട്ട്, അത് ഒരു ഡയറക്ടർക്ക് വേണ്ടത്, അല്ലെങ്കിൽ അതാണല്ലോ ഏറ്റവും അൾട്ടിമേറ്റ്ലി വേണ്ടത്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന, നമുക്ക് പടം തുടങ്ങുന്ന ആദ്യത്തെ 2 ദിവസമേ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ കറക്റ്റ് ചെയ്യേണ്ട ജോലി മാത്രമേ ഒരു ഡയറക്ടർക്ക് ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അത് ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ അതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ഈ ബിജുവേട്ടൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ബിജുവേട്ടനെ ഞാൻ അതിനുമ്പോൾ പരിചയപ്പെട്ടിട്ട് പോലുമില്ല അത്രയും. പക്ഷേ ബിജുവേട്ടൻ്റെ സിനിമകളും എല്ലാത്തരം സിനിമകളും, ബിജുവേട്ടൻ്റെ ഈ പറയുന്ന സീരിയസ് വേഷങ്ങൾ ചെയ്തിരുന്ന, ഈ മഴ പോലത്തെ പടങ്ങൾ ചെയ്തിരുന്ന ആ സമയം മുതൽ, പിന്നെ ഓർഡിനറി പോലത്തെ പടങ്ങൾ, വെള്ളിമൂങ്ങ പോലത്തെ പടങ്ങൾ, അവിടെ നിന്ന് ആർക്കറിയാൻ പോലത്തെ പടങ്ങൾ, എല്ലാത്തരം പടങ്ങളും കണ്ട് ഭയങ്കര വേഴ്സറ്റാലിറ്റി ഉള്ള ഒരു ആക്ടറാണല്ലോ. എന്തെങ്കിലും ഒരു സിനിമ ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. വളരെയധികം. എങ്ങനെ പരിചയപ്പെടും എനിക്കറിയില്ല, അങ്ങനത്തെ ഒരു കഥ വരണം. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ കിക്ക് എന്ന് പറയുന്നത് ഈ കഥ ഈ 2 റൈറ്റേഴ്സ് വന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു സാധ്യതയുണ്ടല്ലോ, ഇതിൽ ബിജുവേട്ടനെ അപ്രോച്ച് ചെയ്യാം, ബിജുവേട്ടന് ഇത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിജുവേട്ടൻ ചെയ്യുമായിരിക്കും, പക്ഷേ അത് ബിജുവേട്ടൻ തന്നെ ചെയ്യണം. അപ്പോൾ അങ്ങനെ ബിജുവേട്ടനെ കാണാൻ വേണ്ടി ചെന്നു. ബിജുവേട്ടൻ കഥ മുഴുവൻ വളരെയധികം സമയമെടുത്താണ് കേട്ടത്. അന്ന് പറഞ്ഞു നമുക്കിത് ചെയ്യണം എന്ന് പറഞ്ഞു. അത് ബിജുവേട്ടൻ ഞാൻ പരിചയപ്പെട്ടിരിക്കുന്ന ആക്ടേഴ്സിൽ ഏറ്റവും വളരെ ഷ്രൂഡായിട്ട് അതിൻ്റെ എല്ലാ സാധ്യതകളും നമ്മളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യില്ലായിരിക്കാം, പക്ഷെ അതിൻ്റെ വിജയപരാജയം, അതിൻ്റെ സാധ്യതകൾ, പൊട്ടൻഷ്യൽ, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ആ ഒരു കാര്യത്തിന് യെസ് പറയുന്നത്. ബിജുവേട്ടൻ അന്ന് ചെയ്യാമെന്ന് പറഞ്ഞ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് എനിക്ക് ഭയങ്കരമാണ്. കാരണം ആസിഫിനെ സംബന്ധിച്ചിടത്തോളം ആസിഫ് ഒരു പരിധി വരെ, ഒരു 50% വരെ എന്നെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്കാണ് അവൻ്റെ കഥയുടെ കാര്യങ്ങൾ നോക്കുന്നത്. പക്ഷെ ബിജുവേട്ടന് അത്തരത്തിലൊരു പരിചയം ഞങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഒരു 0 നിന്നാണ് കഥ കേട്ട് തുടങ്ങുന്നത്. അപ്പോൾ ബിജുവേട്ടൻ തന്ന ഒരു യെസ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര കരുത്തായിരുന്നു. അത് ഇതാണ് ഈ 2 മെയിൻ തലവന്മാരെ കുറിച്ച് ചോദിക്കുമ്പോൾ ആ ഒരു യെസ് കൊടുക്കാനുണ്ടായ ഒരു ഫാക്ടർ അത് പറയാം. അത് ഓൾറെഡി ഹിറ്റുകൾ കൊടുത്ത് പ്രൂവൺ ആണ്. ഇങ്ങനത്തെ ഒരു മാറ്റം
ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ആ സബ്ജക്റ്റ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായി. പിന്നെ അത് നെറേറ്റ് ചെയ്യുന്ന രീതി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എങ്ങനെയായിരിക്കും അതിനെപ്പറ്റി ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസിയാണ് കാര്യങ്ങൾ പറയാൻ ഈസിയാണ്. നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് മനസ്സിലാവും ഓരോന്നിൻ്റെ ഡീറ്റെയിലിങ്. ചിലപ്പോൾ ക്ലീഷേ ആയിരിക്കും, മാറ്റാൻ ചേട്ടൻ ഇങ്ങനെ മാറ്റം വരും, ചേട്ടൻ പറയുന്ന ഇപ്പോൾ കമ്മിറ്റി ആണെങ്കിൽ ചേട്ടനനുസരിച്ചുള്ള രീതിയിൽ അതിനുള്ള മാറ്റങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. അങ്ങനത്തെ എല്ലാം ഡിസ്കസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം ഒരു 70% ഓക്കെ ആയിട്ടുള്ള ഏരിയയിലാണ്. ഇനി ബാക്കി കുറച്ചും കൂടെ വർക്ക് ചെയ്യാണ്ട് ജിസ് വർക്ക് ചെയ്തോളാന്ന് പറയും. ആ ഒരു ധൈര്യം ഉണ്ടാവില്ല. കാരണം ആദ്യമായിട്ട് ആളുടെ സിനിമ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആ ഒരു ടെൻഷൻ ഈസ് ഓൾറെഡി പ്രൂവൺ. പിന്നെ എല്ലാവരും ഉണ്ടല്ലോ. ഇപ്പൊ ഒരു പ്രസ് മീറ്റിലാന്ന് തോന്നുന്നു പറയുന്ന കേട്ടു, ഉമ്മയും വാപ്പ ആദ്യമായിട്ട് ഫസ്റ്റ് ഷോ കാണുന്നത് ഈ ഒരു സിനിമയുടെ ആണ്. അപ്പം എന്തുകൊണ്ട് അത് മുന്നുള്ള സിനിമകളിൽ സംഭവിച്ചില്ല, എന്തുകൊണ്ട് ഈ സിനിമയിൽ അത് സംഭവിച്ചു? അതിൻ്റെ ഏറ്റവും വലിയ കാരണം അവർ താമസിക്കുന്ന തൊടുപുഴയിൽ, ഞാൻ എറണാകുളത്തുമാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അധികവും നമ്മുടെ ക്രൂവിൻ്റെ കൂടെ ആയിരിക്കും കാണുക. പിന്നെ അധികവും ഞാൻ പോകാറില്ല. പോയി കാണാൻ എപ്പോഴും ഒരു ധൈര്യക്കുറവും പേടിയും ഒക്കെ ഫീൽ ചെയ്യും പല സമയത്തും. പക്ഷെ ഇതിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ ഫുൾ ഫ്രണ്ട്സും എല്ലാവരും വരുന്നുണ്ട് റിലീസിൻ്റെ അന്ന്. എനിക്കും പേഴ്സണലി അവിടെ കത്തിയിട്ടില്ല, അപ്പൊ വീട്ടുകാരെയും കൊണ്ട് വരാം. അപ്പൊ അങ്ങനെ എല്ലാം ഒത്തു വന്നു. വീട്ടുകാർ തലേദിവസം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പമ്മനെയും നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ്. ഞാൻ ആ ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞു, ഞാൻ ഈ സ്കൂളിൽ പഠിച്ച് മാർക്ക് മേടിച്ചൊന്നും അവരെ സന്തോഷിപ്പിച്ചിട്ടില്ല. അപ്പൊ ഇത് നന്നായി വന്നപ്പോൾ അത് കണ്ടതിന്റെ സന്തോഷം ഉണ്ടാവും. അങ്ങനെ അവര് കണ്ടു. ഇനിയുള്ള സിനിമകളിലും അത് എക്സ്പെക്ട് ചെയ്യാം അവർക്ക്. അതിനിപ്പോ അവരെ കൊണ്ടുവന്നാണ് ഹിറ്റ്. അല്ല, ആസിഡ് ഉമ്മയൊന്നും അങ്ങനെ അത്രയും അവരത്രയും ഫ്രണ്ട് വരുന്ന ആൾക്കാരൊന്നും അല്ല. അവർ വളരെ ഈ പറഞ്ഞ എനിക്ക് തോന്നുന്നു റിസർവ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഈ പറഞ്ഞ അങ്ങനെ ലൈം ലൈറ്റിൽ വരാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരൊന്നും അല്ല. പക്ഷേ ഈ സമയാണ് അതിന് ഇനിഷ്യേറ്റീവ് എടുത്തത്. സമയ്ക്ക് ജിസ്സിലുള്ളൊരു കോൺഫിഡൻസും അപ്പോൾ അത് അന്ന് തലേദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ അത് ഈ നേരത്തെ പറഞ്ഞ കരഞ്ഞ സീക്വൻസിന്റെ അതിന്റെ ഒരു ഇങ്ങനെ ഒരു ബാക്ക്ഡ്രോപ്പ്. അതെ അതെ. അല്ല, ഉപ്പയും ഉമ്മയും കണ്ടുകൊണ്ടിരിക്കുന്നു, എല്ലാവരും വന്ന് ആസിഫിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതും ഈ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയുടെ ആ ഒരു ഓഡിയൻസിന്റെ റെസ്പോൺസ് ആസി നേരിട്ട് അനുഭവിക്കുന്നത് അവർ കാണുന്നു. അപ്പം നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന ഓഫ് സ്ക്രീനിൽ ഇരുന്നുകൊണ്ട് ഓൺ സ്ക്രീൻ കാര്യം കാണുന്ന പോലെ ആയിരുന്നു അന്നൊരു അതും ഇമോഷണലി അവനെ ഇപ്പൊ ഒരു ബിജുമരൻ ആസിഫ് അലി കോംബോയിലൊരു ലക്ക് ഫാക്ടർ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ലക്ക് ഫാക്ടറിനെ കൂടുതൽ റിസ്ക് ഫാക്ടറാണ് ഫീൽ ചെയ്യുന്നത്. കാര്യം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്, ഞാൻ കണ്ട ഈ സിനിമ ഹിറ്റായപ്പോൾ പല ന്യൂസുകളിലും കണ്ടു ഒരു ലക്കി കോംബോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഇനി സിനിമ ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി റിസ്ക് ഫാക്ടർ ആയിരിക്കും. ഇനി ഒത്തുവരുന്ന സിനിമയ്ക്ക് അതുപോലുള്ള എക്സ്പെക്ടേഷൻ കൂടും. പക്ഷെ എന്തായാലും ഈ സിനിമയ്ക്ക് അത് നല്ല രീതിയിൽ വന്നു. ഇപ്പോൾ ബീച്ചറിൻ്റെ കൂടെ ചെയ്ത എല്ലാ സിനിമയും, കരിക്കും വെള്ളം ആണെങ്കിലും ഇതുപോലെ തന്നെ എനിക്ക് ഒരുപാട് നാൾ കൂടി കിട്ടിയൊരു ഹിറ്റായിരുന്നു. വെള്ളിമൂങ്ങ ചെയ്യുമ്പോഴും ഓർഡിനറി ചെയ്യുമ്പോഴും ഇപ്പം തലവനിലേക്ക് വന്നപ്പോൾ അത് കൃത്യമായിട്ട് അത് പ്ലേസ്ഡ് ആയി വീണ്ടും സംഭവിച്ചു. ഇതിൻ്റെ ഇടയിലൊക്കെ ഗ്യാപ്പുകളാണ്. നല്ലൊരു കഥ വരാനുള്ള വെയിറ്റിംഗ്. നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ നല്ലൊരെണ്ണാവണമെന്നുണ്ടാവില്ല. നാച്ചുറൽ ആ രീതി പറ്റുന്ന കഥ വരുമ്പോഴാണ് നമ്മൾ ഇപ്പം ആസിഫ് ഖേന് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ആക്ടേഴ്സിനും ഫാൻസ് ഉണ്ട്. ഓരോ ആക്ടേഴ്സിനും ഓരോ ഫാൻസ്, അങ്ങനെ പലതുണ്ട്. ഇപ്പം ആസിഫ് ഖേയുടെ ഫാൻസിനെ കുറിച്ച് ഇപ്പം എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി പറയാൻ ഏൽപ്പിച്ചുകൊണ്ടും കൂടി ഞാൻ പറയണം, അവരിലൊരു പ്രത്യേക ഒരു അഫെക്ഷൻ കണ്ടിട്ടുണ്ട്. കാരണം ആസിഫ് അലി പരാജയപ്പെട്ട അവരും അത് ഒരു എംപതറ്റിക് ആവും ആസിഫ് ഖേയുടെ ഫാൻസിന്. അത് ഫീൽ ചെയ്തിട്ടുണ്ട് ശരിക്കും? ആസിഫ് ഖാക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ട്? പിന്നെ ഉറപ്പായിട്ടും അത് എനിക്കറിയില്ല, ഭയങ്കര പേഴ്സണലാണ്. ഞാൻ അവർക്കും അവരെനിക്കും. അപ്പോൾ ഈ പല സമയത്തും മോശം സിനിമകൾ ചെയ്യുമ്പോൾ എന്നെ വിളിച്ച് അല്ലെങ്കിൽ കാണുന്ന അവസരത്തിലൊക്കെ അവരൊരു വിഷമമായിട്ടാണ് പറയാറ്, ഇക്ക ഒരു നല്ല സിനിമ ചെയ്യിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ അവർ എക്സൈറ്റ്മെൻറ്റ് എപ്പോഴും ഉണ്ട്. പിന്നെ എത്ര മോശം സിനിമ ചെയ്താലും ഞാനൊരു നല്ല സിനിമ ചെയ്യുന്നതിനെ പറ്റി അവർ ആഗ്രഹിക്കും, അങ്ങനെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതൊരു ഒരു ഫാൻസ് എന്നുള്ള രീതിയിലൊന്നും അല്ല, അതിനെ കുറെ കൂടെ ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അത് സ്പെഷ്യലാണ്. ഞാൻ സിനിമയിൽ വന്ന സമയം മുതലേ സംസാരിക്കുന്നവരും കൃത്യമായിട്ട് റിവ്യൂസ് അയച്ചു തരുന്നവരും ഒക്കെ അങ്ങനെ ഒരുപാട് പേരുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഈ ആസിയുടെ ഫാൻസ്. ഞാൻ നമ്മുടെ പ്രൊഫഷണൽ ആസി ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത്. സുഹൃത്തുക്കളാണെങ്കിലും പ്രൊഡക്ഷനിൽ ആദ്യമായിട്ടാണ് സിനിമ വരുന്നത്. അപ്പോൾ ഞാൻ സിനിമ ഇറങ്ങുന്നു ഡേറ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മുതൽ ഇവർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കാൻ തുടങ്ങി.
ചേട്ടാ പടം കണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും എങ്ങനെയുണ്ട് ഏതാണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കൂ, അല്ല ഞാൻ എന്താ പറയുക, അല്ല പോലീസ് വേഷവും അപ്പുറത്ത് ബിജുച്ചേട്ടനും ആയതുകൊണ്ട് കാരണം ഞാൻ ചെന്തുറ്റി അല്ല ബിജുച്ചേട്ടൻ പോലീസ് വേഷത്തിൽ എന്താവും നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അതിനൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടോ? കാരണം ബീച്ചേട്ടൻ ഒരുപാട് വേഷങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ബീച്ചേട്ടൻ യൂണിഫോം ഇടുമ്പം വേറൊരു കരിസ്മയാണ്, ഭയങ്കര ഒരു ഓറയുണ്ട് അതിന്. നെറ്റിപ്പട്ടം കെട്ടിയ ആന. അതെ ആസി കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു നെറ്റിപ്പട്ടം കെട്ടിയ ആനയുടെ ഒരു അവസ്ഥയാണ് ബീച്ചേട്ടൻ യൂണിഫോം എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലാവണ്ടല്ലേ? അല്ല അപ്പൊ അവരൊക്കെ ഭയങ്കര കൺസേൺ ആയിട്ട് ഓക്കെ അല്ലേ ഇക്ക എങ്ങനെയുണ്ട് പടം, കുറച്ച് ബൂസ്റ്റൊക്കെ വാങ്ങിച്ചു അപ്പൊ ഒരു ഭയങ്കര കൺസേൺ. അപ്പം ഇതില് ആസിക്ക് കിട്ടുന്ന അപ്രീസിയേഷനിൽ ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ ബിജുചേട്ടനെ പോലെ ഒരാൾ അപ്പുറത്ത് പോലീസ് വേഷത്തിൽ നിൽക്കുമ്പോൾ ആസി അതിനോടാണ് കോമ്പീറ്റ് ചെയ്ത്. ബിജുചേട്ടന്റെ പോലീസ് വേഷത്തോടൊപ്പമാണ് യൂണിഫോമിൽ ആസി നിൽക്കുന്നത്. അത് കോമ്പീറ്റ് ചെയ്യാൻ അത്ര നിസ്സാരമായ കാര്യമല്ല. കാരണം കഥാപരമായിട്ട് രണ്ട് ക്യാരക്ടേഴ്സ് ഒരുപോലെ ബാലൻസ് ചെയ്യപ്പെടേണ്ട ഒരു സംഗതിയാണ്. ഇപ്പൊ ട്രെയിലറിൽ പോലും ഞങ്ങൾ പുറത്ത് വിട്ട ഒരു സീനുണ്ടല്ലോ, ഈ പറഞ്ഞു രണ്ടുപേരും തമ്മിൽ കയർക്കുന്ന ഒരു സീനുണ്ട്. ആ സീനിൽ രണ്ടുപേരും തോറ്റു പോകാൻ പാടില്ല. രണ്ട് ലെവലിൽ നിൽക്കുന്ന ഓഫീസേഴ്സ് ആണെങ്കിലും രണ്ടുപേരും തോക്കാൻ പാടില്ല. രണ്ടുപേരും ആ ഈഗോടെ അതിലിങ്ങനെ നിൽക്കണം. അല്ലെ എന്റെ ക്യാരക്ടർ വർക്ക് ആയില്ലെങ്കിൽ ആ ഇംബാലൻസ് ബാലൻസ് ചെയ്യില്ല. അതെ, കാണുമ്പോൾ അത് വളരെ സിമ്പിൾ ആണ്. അത് ചിത്രീകരിച്ച് സ്ക്രിപ്റ്റിലും ഉണ്ടല്ലോ, പക്ഷെ ആ ഫയർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാന്നുണ്ടല്ലേ. സ്റ്റാരോ സ്റ്റാർ എന്നുള്ളതും അങ്ങനെ പക്ഷെ എന്നാലും ഇപ്പം ആസിഫ്ക്ക് ആണെങ്കിലും ബിജുചേട്ടനാണെങ്കിലും പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ വരുന്ന ഒരു പ്രത്യേക ഒരു ഓറ ഉണ്ട്. അത് പല സിനിമകളിലും ഫീൽ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അതായിരിക്കും പ്രേക്ഷകർക്ക് അങ്ങനെ തോന്നുന്നത്. ഇപ്പം ഫീൽ ഗുഡ് സിനിമകൾ ജിസ് ജോയ് എന്ന് പറയുന്നുണ്ടല്ലോ, റിയൽ ലൈഫിൽ എങ്ങനെയാ കാര്യങ്ങളൊക്കെ ഫീൽ ഗുഡ് ആയിട്ട് എടുക്കുന്ന ഒരു പേഴ്സൺ ആണ്? അങ്ങനെയൊന്നുമില്ല. ഞാൻ നിങ്ങളെയൊക്കെ പോലെ തന്നെ സാധാരണ എല്ലാവരും പോലെ തന്നെ പ്രത്യേകിച്ച് അങ്ങനെ രാവിലെ തന്നെ എണീറ്റ് അങ്ങനെ പറഞ്ഞ് എണീക്കുന്ന എല്ലാവരും കോട്ടുവാഴുന്നതിന് പറഞ്ഞ അങ്ങനെ എണീക്കുന്നതാണ് സാധാരണ. നമുക്ക് ഇഷ്ടമുള്ളൊരു ജോലി നമ്മൾ ചെയ്യുന്നു. അപ്പൊ നമ്മൾ കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമകളാണ് എടുക്കുക. മിനിമം ആ ഒരു ഉറപ്പ് ഞാൻ എന്നിൽ തന്നെ വരുത്താറുണ്ട്. ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമയാണോ ഇതെന്നുള്ളത്. അതിപ്പോ ദൈവം സഹായിച്ച് ചെയ്ത 6 സിനിമകളിലും എക്കാലം ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമകളെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇപ്പം ആസിഫ്ക്കയിലേക്ക് വരുമ്പോഴേക്കും ഈ ഒരു പിക്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ 11th പഠിക്കുമ്പോഴാണ് ഈ പിക്ക് വരുന്ന നോട്ട്ബുക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അന്ന് കുറേ നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇത് കൊള്ളായിരിക്കട്ടെ, ആരാന്നും അല്ലാന്ന് അറിയില്ലല്ലോ. പിന്നെ ഞാൻ ബോറടിക്കുമ്പോൾ കണ്ണുമുക്കൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു ആളെ ഇപ്പോൾ 2ാമത്തെ തൊട്ടാണ് ഇന്റർവ്യൂ ഞാൻ എടുക്കുന്നത്. അപ്പം എവിടെയോ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്കൊരു പ്ലാൻ ബി ഇല്ലായിരുന്നു എന്ന്. അപ്പം ശരിക്കും അങ്ങനെയാണോ ഇപ്പോഴും? സിനിമ അല്ലെങ്കിൽ എനിക്കൊരു പ്ലാൻ ബി, ഇപ്പം ചിലവർ ഇപ്പം അത് ചെയ്യാം ഇത് ചെയ്യാം അങ്ങനെ കുറേ പ്ലാൻസ് ഉണ്ടാവുമല്ലോ. ആസിഫ് ഖാക്ക് ഇപ്പോഴും കുറേ മറുപടി പറഞ്ഞിട്ടുണ്ട് ഞാനിതിന്. പ്ലാൻ ബി ഇല്ലായിരുന്നു ശരിക്കും. കാര്യം അന്നത് ഭയങ്കര ധൈര്യമായിട്ടൊക്കെ തോന്നി. പക്ഷെ ഇപ്പൊ അത് ആലോചിക്കുമ്പോൾ എന്തായിരുന്നു അങ്ങനെ തോന്നാൻ കാരണം എന്നൊരു പേടി തോന്നിയിട്ടുണ്ട്. ആ ഒരു പ്രായത്തിന്റെ എടുത്തുചാട്ടമൊക്കെ ആയിരിക്കും. ഇപ്പൊ കുറച്ചും കൂടെ മെച്ചോർഡ് ആയിരിക്കും. പക്ഷെ ആ മൂളലെന്തോ ഓക്കെ. ഇപ്പം ഈ ഒരു പ്രൊഡക്ഷൻ ടീം ഇപ്പം നിങ്ങൾ കുറേ നാൾ വർക്ക് ചെയ്തു. സാധാരണ നമ്മളൊരു ത്രില്ലർ അല്ലെങ്കിൽ ഒരു ക്രൈം ത്രില്ലർ അങ്ങനത്തെ മൂവീസിൽ കോമഡി എന്ന് പറയുന്ന ഒരു ഫാക്ടർ പൊതുവെ ചിലപ്പോൾ ഇമ്പോർട്ടൻസ് കുറവായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അത് വർക്കാവില്ല. പക്ഷെ ഇതിൽ ഇപ്പം ജാഫർക്കയുടെ ക്യാരക്ടർ നമ്മൾ അതിന് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ നമുക്കൊരു ചിരിയും സാധനങ്ങളൊക്കെ വർക്ക്ഔട്ട് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന കേട്ടു ആദ്യമായിട്ട് ഒരു സിനിമ ചെയ്യുമ്പോൾ ജാഫർക്ക വേണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. എന്തായിരുന്നു അത്? അതിന്റെ റീസൺ കയ്യൊപ്പ് എന്ന് പറയുന്ന സിനിമയാണ്. രഞ്ജിത്തേട്ടൻ ഡയറക്ട് ചെയ്ത പടമാണ്. മമ്മൂക്കയുടെ സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമ, എൻ്റെ ഫേവറേറ്റ് സിനിമകളിലൊന്നാണ് കയ്യൊപ്പ്. അതിൽ മമ്മൂക്ക ജാഫർക്കയെ കുറിച്ച് പറയുന്ന ഒരു സീനുണ്ട്. ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ജാഫർക്കയുടെ ക്യാരക്ടറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിനു ശേഷം മമ്മൂക്ക ആ പോലീസ് സ്റ്റേഷനിൽ കയറി വന്നിട്ട് ജാഫർക്കയുടെ പേരിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു മനോഹരമായ സിംഗിൾ ഷോട്ടിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന ആ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും കാണണം, കയ്യൊപ്പ് എന്നുള്ളത്. ആ സിനിമ ഞാൻ ഷെണായിസിൽ ഇരുന്ന് കണ്ടിട്ട് നിങ്ങൾ പറഞ്ഞു വിശ്വസിക്കില്ല, ഞാനും എൻ്റെ 2-3 സുഹൃത്തുക്കളുണ്ട്. ഈ സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിച്ചിട്ട് ഞങ്ങൾക്ക് എണീക്കാൻ പറ്റുന്നില്ല. അത്രയും ഷോക്കായി പോയ സിനിമ, അത്രയും വേദനിപ്പിച്ചൊരു സിനിമയാണ്, അത്രയും ചിന്തിപ്പിച്ച സിനിമയാണ്. അപ്പോൾ അതിൽ ഒരു കഥാപാത്രം മമ്മൂക്കയുടെ ക്യാരക്ടർ ചെയ്ത പോലെ തന്നെ അത്രയും നമ്മളെ വിഷമിപ്പിച്ച കഥാപാത്രമാണ് ജാഫർക്ക്. അപ്പോൾ ഞാൻ അന്ന് ആലോചിച്ചു, എന്തെങ്കിലും ഒരു സിനിമ ചെയ്യാൻ എനിക്ക് യോഗം ഉണ്ടെങ്കിൽ അതിനകത്ത് ഈ മനുഷ്യനെ എന്തായാലും ഞാൻ പിടിച്ച്
ഇടും എന്നുള്ളത്, കാസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ബൈസിക്കിൾ തീവ്സ്. ഇതും കൂടെ പറ, ആ സ്ക്രിപ്റ്റിങ്ങിന്റെ ഇടയിൽ ഹ്യൂമർ കയറ്റാനുണ്ടായിരുന്നു. അതുകൂടെ അത് അപ്പോൾ അത് ഈ പറയുന്ന ഡെലിബറേറ്റ്ലി ചെയ്തതല്ല കേട്ടോ. ആക്ച്വലി ഡെലിബറേറ്റ്ലി ചെയ്തതല്ല. നമ്മൾ ഇത്തരം ഒരു കഥയെ നമ്മൾ സമീപിക്കുന്ന സമയത്ത് എപ്പോഴും ഈ സീരിയസ് എലമെന്റ്സ് മാത്രം വന്നുകൊണ്ടിരിക്കും. അതല്ലാതെ കൃത്യമായൊരു ഉദ്ദേശമുണ്ട് ജാഫ്രിക്കെ പ്ലേസ് ചെയ്ത്. അതായത് സിനിമ കണ്ടവർക്ക് മനസ്സിലാവും, മസ്താനി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓഫ് കോഴ്സ് എന്തുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന്, അത് ആ സിനിമയ്ക്ക് തന്ന റിലീഫ് ചില്ലറയല്ല. ഞങ്ങൾ ആരും അത് പ്രിവ്യൂ കാണുമ്പോഴൊന്നും ഒരിക്കലും അത്രയും ആൾക്കാർ അതിനെ ചിരിക്കുമെന്നും കൈയടിക്കുമെന്നും ഒന്നും വിചാരിച്ചിട്ടില്ല. ചെറിയൊരു ചിരിയിൽ പോകും എന്നുള്ള ഇത് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയി ആ ട്രാക്ക്. അത് ഞാൻ പറയും, ഇത് സ്ക്രിപ്റ്റ് എഴുതാനിരിക്കുന്ന സമയത്ത് നമുക്ക് ആ സമയത്ത് തോന്നുന്നതല്ലേ അതേ സീൻ ചിലപ്പോൾ നാളെ എഴുതി എങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ആ ഒരു ലാസ്റ്റ് മിനിറ്റിന്റെ ഒരു ബ്ലെസ്സിങ്ങിനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഫൈനൽ എഴുതുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു ബ്ലെസ്സിങ് ഉണ്ട്. അത് എവിടുന്നോ വരേണ്ടതാണ്, നമ്മുടെ തലേന്ന് ബുദ്ധി കൊണ്ടോ കഴിവുകൊണ്ടോ ഉണ്ടാവുന്നതല്ല. അത് വർക്കായതിന്റെ ആയിരിക്കും ചിലപ്പോൾ സിനിമ ഇങ്ങനെ നന്നായി എന്ന് പറയുന്നത്. ഇപ്പം ജിസ്ജു സിനിമകളിൽ ഇപ്പം നമ്മളൊരു സെക്കൻഡ് പാർട്ട് അത് നല്ലൊരു ഫീൽ ഗുഡ് ആയിട്ട് തന്നെ എൻഡ് ആവുന്ന ഒരു ടൈപ്പായിരുന്നു. പക്ഷെ ഇതിൽ എന്തായാലും സെക്കൻഡ് പാർട്ട് വരൂ, അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ക്ലൈമാക്സ് ആയിരുന്നല്ലോ ശരിക്കും. ഇനി തളവൻ 2 ഇതിനെക്കുറിച്ച് ഞങ്ങളിപ്പോൾ ഒരു 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഒഫീഷ്യലി ഇപ്പൊ അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ആക്ച്വലി ഞങ്ങൾ സൺഡേ ഹോളിഡേയിൽ ഇതുപോലെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് സെക്കൻഡ് പാർട്ട് ഉണ്ടോ എന്നുള്ളത്. കാരണം അതിന് അങ്ങനെ ഭയങ്കര സ്കോപ്പ് ഉണ്ട് ആ സബ്ജക്ട് രണ്ടാം ഭാഗത്തിന്. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ആലോചിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷെ ഇത് ഈ പറയുന്ന പോലെ ഞങ്ങൾ ഇപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. പക്ഷെ ഞങ്ങളുടെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ സിനിമ തീരുമ്പോൾ എഴുതി കാണിക്കാമായിരുന്നു തലവൻ 2 എന്ന് പറഞ്ഞ് എഴുതി കാണിക്കാമായിരുന്നു. ഞങ്ങളത് ചെയ്തില്ല. അതിനെക്കുറിച്ച് ചർച്ചകളുണ്ടായിരുന്നു, മനോഹരമായ ചർച്ചകളുണ്ടായിരുന്നു. വേണോ വേണ്ടയോ എന്നുള്ളത്. വേണ്ട, അത് വേണ്ട. അത് ഓഡിയൻസിനെ തോന്നിയിട്ട് നമ്മളോട് പറയട്ടെ. ഇതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ആ സിനിമ ഇറങ്ങി നൂൺ ഷോ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോഴേ മീഡിയ, ഓൺലൈൻ മീഡിയ, പ്രസ് എല്ലാം ചോദിക്കുന്നത് സീക്വൽ ഉണ്ടല്ലേ എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ കേട്ടൊരു ക്വസ്റ്റ്യൻ അത് തന്നെ ആയിരിക്കും, തലവൻ 2 ഉണ്ടോ? കാരണം അങ്ങനെ എൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഒരു കൺഫ്യൂഷൻ വരില്ലേ? അല്ല, അതിനുള്ള കഥകളൊക്കെ അയച്ചു കൊടുത്തു തുടങ്ങിയപ്പോ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ തലങ്ങും തലങ്ങും കഥ വരുന്നുണ്ട്. ഇങ്ങനെയല്ലേ ഇതല്ലേ സെക്കൻഡ് ആവാന്നുള്ള രീതി. ഞങ്ങൾക്ക് ഡൗട്ടായി. ശരിക്കും ഒന്നും കൂടി കാണേണ്ടി വരും. സിംഗിൾ തല രാവണൻ നമ്മൾ അറിയാത്ത ആരെങ്കിലും അതിലുണ്ടോ? അതായത് ഒന്നുകൂടെ കാണും, അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. ഡീകോഡ് ചെയ്തിട്ട് അയച്ചത്. ഇപ്പോഴും ഈ സിനിമയിൽ ടാക്കിൾ ചെയ്യാത്ത കുറെ കാര്യങ്ങളുണ്ട്, കണ്ടുപിടിക്കപ്പെടാത്ത കുറെ കാര്യങ്ങൾ. രണ്ടാമത്തെ വാച്ചിലോ മൂന്നാമത്തെ വാച്ചിലൊക്കെ മനസ്സിലാവുന്ന അതെനിക്ക് തോന്നുന്നു കുറച്ച് കഴിയുമ്പോൾ ഇനിയിപ്പം യൂട്യൂബില് വീഡിയോസ് ആയിട്ടും ആൾക്കാരൊക്കെ ഇട്ട് തുടങ്ങുമായിരിക്കും. എന്നാലും രണ്ടാമത് കാണാൻ സമ്മതിക്കില്ല. ഏറ്റില്ല. ഓക്കെ, ഇപ്പം ജിസ്റ്റു ചേട്ടൻ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന മറ്റൊരു ചോദ്യമായിരിക്കും സിനിമയെ കുറിച്ച്. പുഷ്പ 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 അല്ല, അതിന് ചില പുഷ്പ നമ്മൾ ഡബ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല പുഷ്പ 2 ഇമ്മീഡിയറ്റ്ലി അങ്ങനെ നടക്കും എന്നുള്ളത്. കാരണം അല്ലുവിന്റെ തന്നെ ഞാൻ കേട്ടിരിക്കുന്ന അല്ലുവിന്റെ വേറെ 3-4 കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. ഒരു വർഷത്തിൽ ഒരു സിനിമ ചെയ്യുക, പുഷ്പ കഴിഞ്ഞിട്ട് വേറൊരു പടമായിരിക്കും. 2 വർഷം 3 വർഷം കഴിഞ്ഞിട്ടായിരിക്കും 2 വരാൻ പോകുന്നത്. പക്ഷെ നമ്മളെല്ലാം ഞെട്ടിപ്പിച്ചുകൊണ്ട് നമ്മൾ ഡബ് ചെയ്യുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ഇത്രയും ഒരു ഹിറ്റ് വിചാരിച്ചിട്ടില്ല പുഷ്പ അങ്ങനെ ഒരു ഹിറ്റ് ആകുന്നുള്ളത്. അപ്പോൾ അതാണ് പറഞ്ഞത്, നമുക്ക് ഇപ്പോഴും എല്ലാ സിനിമ, ഇപ്പം ഏത് സിനിമയാണെങ്കിലും, നമ്മുടെ എന്നല്ല ഏത് സിനിമയാണെങ്കിലും, ഇത് ഓഡിയൻസിന്റെ അടുത്തേക്ക് വിട്ട് കഴിയുമ്പോൾ കിട്ടുന്ന തോട്ട്സും റീതോട്ട്സും ഒക്കെ ഉണ്ടല്ലോ. അതിലാണിപ്പോൾ അല്ലു ബാക്കി എല്ലാ പ്രൊജക്ട്സും മാറ്റി വെച്ചിട്ട് പുഷ്പ 2 ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ. ഇപ്പൊ എന്തായാലും പുഷ്പ 2 വരുന്നതിന് മുന്നേ അല്ലു അർജുൻ തലവൻ കാണും. അല്ല, ഈ പടം തുടങ്ങുമ്പോ പലരും ഇത് തെലുങ്ക് ഡബിങ് ആണോ സെക്കൻഡ്, കാരണം ഫസ്റ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂർഡ്, അത് പറഞ്ഞത് അല്ലു അർജുൻ പറഞ്ഞു കൊടുക്കുന്നത്. ഇത് തമിഴെന്ന് അല്ലു അർജുൻ ഇതിൽ ഗസ്റ്റ് ആയിട്ടുണ്ട്. സാധാരണ അഭിനയിച്ചവരാണല്ലോ പറയാനുള്ളത്. അപ്പൊ നമ്മള് ലാസ്റ്റ് ആയപ്പോഴാണ് സൗണ്ട് എഞ്ചിനീയർ പറയുന്നത്, ചേട്ടാ ഇത് റെക്കോർഡ് ചെയ്തിട്ടില്ല. സാധാരണ അഭിനയിച്ച് ബിജുവേട്ടനും ആസിഫൊക്കെയാണ് ഇത് പറയേണ്ടത്. അപ്പൊ ഞാൻ സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, പുകവലി ആരോഗ്യത്തിന് ഹാനികരം. അപ്പൊ തിയേറ്ററിൽ ഈ സൗണ്ട് വന്നപ്പോൾ ആൾക്കാർ വിളിച്ചു അല്ലു അർജുൻ. പുഷ്പ 2 ഡബ് ചെയ്യണമെങ്കിൽ തലവൻ അദ്ദേഹം കാണണമെന്ന ഡിമാൻഡ് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അന്യഭാഷകളിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഇപ്പൊ തമിഴില് അവർക്ക് വേണ്ടിയിട്ട് ഒരു ഷോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവിടുന്ന് ആക്ടേഴ്സ് ഒക്കെ ഇതിന്റെ
റീമേക്ക് റൈറ്റ്സിനെ ഒക്കെ പറ്റി വിളിച്ച് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. മാക്സിമം റീച്ച് ഉണ്ടാകുന്ന രീതിയിൽ എല്ലാവരെയും കാണിക്കുക എന്നൊക്കെ ഉള്ളതാണ് പ്രൊഡ്യൂസറിന്റെ പ്ലാൻ. ഇപ്പൊ കുറെ മെസ്സേജസ് വരുന്നു എന്ന് പറഞ്ഞില്ലേ ഇപ്പം ആ സിനിമകൾ സെക്കൻഡ് പാർട്ട്, അതിന് ഏതെങ്കിലും സെലക്ട് ചെയ്യാൻ സ്കോപ്പ് ഉണ്ടോ? അല്ലെങ്കിൽ ഉറപ്പായിട്ട് സ്കോപ്പ് ഉണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും അല്ല. വായിക്കുന്ന ആൾക്കാർ പിന്നെ ഓക്കെ, നമ്മളതൊരു ഒരു മത്സരമായിട്ട് തന്നെ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഒരു ലക്കി ഡ്രോ. ലക്കി ഡ്രോ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു വലിയ സമ്മാനം കൊടുത്തുകൊണ്ടുള്ള വലിയൊരു ഭംഗിയായിട്ട് തന്നെ അത് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ആൾക്കാർ പറയട്ടെ, എല്ലാവരും ആലോചിക്കട്ടെ, പലതരം അല്ലെ നമ്മളെ പോലും ഞെട്ടിപ്പിക്കുന്ന, നമുക്ക് ഇപ്പോൾ അത് ക്രോഡീകരിക്കേണ്ട ജോലി മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെയുള്ള നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ തന്നെയുള്ള സൂക്ഷ്മമായിട്ടുള്ള ചില റെവല്യൂഷണറി കൈൻഡ് ഓഫ് തിങ്സ് ഉണ്ടല്ലോ, അത്തരം ഇനീഷ്യേറ്റീവ്സ് ഞങ്ങൾ എടുക്കും. അത് വർക്കൗട്ട് ആവില്ലയോ എന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ അത്തരം ഇനീഷ്യേറ്റീവ്സും അത്തരം പ്ലാറ്റ്ഫോംസും നമ്മൾ എന്തായാലും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രതീക്ഷ കൈവിടണ്ട, കീപ് ട്രൈങ്. ഇപ്പൊ തലവൻ നിങ്ങൾ റിലീസ് ആവുന്നതിന് മുന്നേയും റിലീസ് ആയതിനു ശേഷവും വിചാരിച്ചിരുന്ന ഒരു കാര്യം മാറിയിട്ടുണ്ടോ? ലൈക്ക് ഇങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിച്ചത് റിലീസിന് ശേഷം ഇങ്ങനെ ആയി, അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ എല്ലാ സിനിമയും റിലീസ് ആകുമ്പോൾ സൂപ്പർ ഹിറ്റ് ആവുമെന്ന് വിചാരിച്ചിരിക്കും. ചിലപ്പോൾ മാറിപ്പോവാറുണ്ട്, ചെയ്തത് അങ്ങനെയായി. എനിക്ക് ഒരു നല്ല സിനിമയായിരിക്കും നമുക്ക് തോന്നി, പക്ഷെ ഇങ്ങനെ ഏറ്റെടുക്കും എന്നുള്ളൊരു സത്യമായിട്ട് പറയാം, ഇങ്ങനെ ഏറ്റെടുക്കുന്നു വിചാരിച്ചില്ല. ഓക്കെ, എടോ പ്രൊഡ്യൂസറിന് എന്താണ് സാധാരണ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഒരു സാധനം റിലീസ് ആയതിനു ശേഷം ഇപ്പം മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? തലവനില് അല്ല, എല്ലാ സിനിമകളും നമ്മൾ ഗംഭീര വിജയമാകണം എന്ന് വിചാരിച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. ഇത് ശരിയായി എന്ന് പറയുന്ന സന്തോഷമുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം എന്തായാലും സിനിമ ഇപ്പം റിലീസായി നല്ല നല്ല റെസ്പോൺസാണ് കേട്ടോണ്ടിരിക്കുന്നത്. അപ്പം ഇനിയും ഒരുപാട് ദിവസം 100 ദിവസമൊക്കെ ഓടട്ടെ അതിൻ്റെ സക്സസ് സെലിബ്രേഷനൊക്കെ നടത്താൻ പറ്റട്ടെ. അപ്പോൾ തിരക്കിനിടയിലും ഓടി വന്നതിന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞങ്ങളാണ് താങ്ക്സ്. ഈ സിനിമ ഏറ്റെടുത്തതിന് എല്ലാവർക്കും താങ്ക്സ്. ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. താങ്ക് യു. താങ്ക് യു സോ മച്ച്.